അല്ലെങ്കിൽ എനിക്കറിയാം അവൾ അങ്ങനെ തന്നെ. കാര്യം നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരു കാര്യത്തിനും അവൾക്ക് നന്ദിയില്ല. അവൾക്ക് എപ്പോഴും പൈസ കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഇരുന്നാൽ മതി, അതാ അവിടെ കാര്യം. മറ്റേ പെണ്ണിനെ കണ്ടോ, അവളും അതുപോലെയൊക്കെ തന്നെ. അവിടെ കുടുംബജീവിതം എല്ലാം ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് മറ്റുള്ളവരെയൊക്കെ കുറ്റം പറഞ്ഞിട്ടാണോ നിങ്ങൾ ഫുഡ് കഴിക്കുന്നതെന്ന് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാര്യം എന്താണെന്നറിയാമോ, നമ്മൾ ഭക്ഷണത്തിന് ഡൈനിങ് ടേബിളിൽ എല്ലാവരും ഇരിക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റുള്ളവരുടെ കുറ്റവും കുറവും പ്രശ്നങ്ങളും പരാധീനതകളും ഒക്കെ പറയുന്നെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തെ ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് അത് ബാധിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഈ ഫുഡ്, നമ്മൾ കുടിക്കുന്ന ഈ വെള്ളം, ഇതിനൊക്കെ എനർജിയെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്ന വാക്കുകൾക്ക് എനർജി ഉണ്ടെന്നാണ്. ആ എനർജിയുള്ള നെഗറ്റീവ് എനർജിയുള്ള വാക്കുകൾ നമ്മുടെ ഭക്ഷണത്തെയും നമ്മുടെ വെള്ളത്തിലൊക്കെ അതിങ്ങനെ പിടിച്ചിട്ട് ആ വെള്ളമാണ് നമ്മൾ കുടിക്കുന്നത്. എന്നിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് പിന്നെയും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുന്നു, നമ്മുടെ ജീവിതം നെഗറ്റീവായിട്ടാണ് മാറുന്നതെന്ന് പറഞ്ഞ് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അപ്പോൾ ഫുഡ് കഴിക്കാൻ നേരം വളരെയധികം ശ്രദ്ധിക്കുക. ഓൺലി പോസിറ്റീവ് വേർഡ്സ്.